പ്രിയപ്പെട്ടവരെ നോക്കൂ, രേഖ രതീഷ് മലയാള സീരിയൽ രംഗത്ത് പണ്ട് മുതലേ ഉള്ളൊരു താരമാണ് രേഖ രതീഷ്. രേഖ രതീഷ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീ പിണറായി വിജയൻ സാറിന് എന്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എന്റെ ഫ്ളാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എന്റെ മകന് വേണ്ടിയിട്ട്. പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആവുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങൾ എല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. രേഖ രതീഷ് CMന് ഒരു പരാതി നൽകുന്ന രൂപത്തിലാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ CMന് ഒരു പരാതി നൽകുന്ന രീതിയിലുള്ള ഒരു സംഭവമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ പരമാവധി ആൾക്കാരിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ടായിരിക്കാം രേഖ രതീഷിന്റെ വിഷയങ്ങളൊക്കെ ആദ്യം മുതലേ നമുക്ക് അറിയാവുന്നതാണ്. കഥയല്ലത് ജീവിതം എന്ന് പറയുന്ന ഷോയിലൂടെയാണ് ഇവരുടെ വ്യക്തി ജീവിതം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു കാട്ടുന്നത്. ഇതിനേക്കാളൊക്കെ സൈബർ ബുള്ളിംഗ് നേരിട്ട ഒരു സമയം ഉണ്ടായിരുന്നു രേഖ രതീഷിന്. ആ സമയത്തൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെയായിരുന്നു ഇതിന്റെയൊക്കെ മുമ്പിൽ. ശ്രീമതി രേഖ രതീഷ് ഇത് ഇട്ട സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വീഡിയോ വൈറലായി. അതിനുശേഷമാണ് ഞാൻ യൂട്യൂബിൽ പോയി നോക്കിയത്. പക്ഷേ യൂട്യൂബിലൊന്നും ഇവരെക്കുറിച്ച് മോശമായി പറയുന്നതോ അല്ലെങ്കിൽ ഇവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇവരോടുള്ള വിദ്വേഷം പരത്തുന്ന രീതിയിലോ ഒരു വീഡിയോയും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് ജെന്യൂനായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഉള്ളൊരു അടിയായിട്ടാണ് രേഖ രതീഷിൻ്റെ ഭാഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാടടച്ച് വെടിവെക്കാതെ ആരൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കുകയും അതിനനുസരിച്ച് വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി പറയേണ്ടത് രേഖ രതീഷ് തന്നെയാണ്. ആരാണ്, ഏത് യൂട്യൂബറാണ് നിങ്ങളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തുണ്ടാക്കിയതെന്ന്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. യൂട്യൂബേഴ്സ് പറയുന്നത് അവരുടെ നിലപാടുകളും അവരുടെ വീക്ഷണങ്ങളും അവരുടെ അറിവും വെച്ചിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പറയുന്നത് രേഖ രതീഷിൻ്റെ കള്ളക്കരച്ചിലാണ്, രേഖ രതീഷ് ഈ പറയുന്നതൊക്കെ കള്ളത്തരമാണ്, രേഖ രതീഷ് പുതിയൊരു ക്ലോത്തിൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവർ വൈറലാവാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെയാണ് പൊതു ചർച്ച. എന്തായാലും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഏത് യൂട്യൂബേഴ്സാണ്, എങ്ങനെയാണ് വീഡിയോ ചെയ്തത്, എന്താണ് ആ വീഡിയോ എന്നൊക്കെ നമുക്കും അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ രേഖ രതീഷ് പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ, രേഖ രതീഷ് അനുഭവിക്കുന്ന ഈ അവസ്ഥ സത്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളോട് കൂടെ നമ്മളെല്ലാവരും ഉണ്ടാകും. ഇനിയല്ല പൊതുസമൂഹം പറയുന്നത് പോലെ മറിച്ചാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ കൂടി നമ്മൾ വീഡിയോ ചെയ്യും. എന്തായാലും സത്യം ജയിക്കട്ടെ, സത്യം മാത്രം ജയിക്കട്ടെ.